ഫ്രണ്ട്സ്, ഇത് ചാർപ്പ വെള്ളച്ചാട്ടം ഉണ്ട്. ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങിയൊക്കെയാണ്. ചാർപ്പ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിരപ്പിള്ളിക്കും അതേപോലെ തന്നെ വാഴച്ചാലിനും ഇടയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ആദ്യം തന്നെ വാഴച്ചാലിലേക്കാണ് പോയത്. ആ വാഴച്ചാലിൽ നിന്ന് വരുന്ന വഴിയപ്പോൾ നമ്മൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങിയൊക്കെയാണ്. ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പാലമൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ പണിത് വയ്ക്കുന്നത്, പക്ഷേ ഇത്രയും കാലമായിട്ട് ഇതിനൊരു പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് പോലെയാണ് ആ പാലം നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് പോലെയല്ല കേട്ടോ. വർഷക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടവും. നമ്മൾ ഈ റോഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മേത്തേക്ക് ആ വെള്ളം അടിക്കും. നമുക്കിവിടെ നിൽക്കാനൊന്നും വല്ലാത്രക്ക് വെള്ളം അടിക്കുന്നൊരു വെള്ളച്ചാട്ടമാണിത്. വേനൽക്കാലത്തൊക്കെ ഇത് അതേപോലെ തന്നെ പറ്റിയുമ്പോൾ കിട്ടും. തീരെ ഇല്ലാത്തൊരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ്. നമുക്കപ്പോൾ അതിരപ്പിള്ളിയിലെ ആ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആദ്യം വാഴച്ചാലിലേക്ക് പോയ കാരണം വാഴച്ചാലിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. ആ ഒരു ടിക്കറ്റ് തന്നെ നമുക്ക് മതി. അവിടെ ഇവിടെയും ഒരു ടിക്കറ്റ് തന്നെ കാണിച്ചാൽ മതി. നമുക്ക് ഈ രണ്ട് സ്ഥലത്തും കയറാൻ സാധിക്കും കേട്ടോ. നമ്മളപ്പോൾ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കണ്ട മേലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജീവികളെ കാണാൻ സാധിക്കും കേട്ടോ. ഈ മലയണ്ണാൻ, അതേപോലെ കുരങ്ങക്ക് ഇവിടുത്തെ മെയിൻ സംഭവമാണ് കുരങ്ങനെ. നമുക്ക് എവിടെ വേണമെങ്കിലും കാണാൻ സാധിക്കും. പല പല പക്ഷികളെ കാണാൻ സാധിക്കും നമുക്ക് ഈ മേലേക്ക് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ. ഇതേണ്ടത് ഒരു മലയണ്ണാനാണ് കാണുന്നത്. അതെന്തൊക്കെയോ കൊത്തി പെറുക്കെയാണ് സംഭവം. എന്തൊക്കെയോ തിന്നെയാണ്. അതിൻ്റെ ഇലയൊക്കെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇതാണ്ട് ഈ കുരങ്ങ് ഒരാളുടെ ഒന്ന് ആ പാക്കറ്റ് അങ്ങനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണ്. ഇതുണ്ട് അത് മേലേക്ക് ഓടിക്കയറി. നമ്മളപ്പോൾ ഈ മേലേക്ക് നോക്കി നടക്കുമ്പോൾ താഴേക്കും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം താഴെ കല്ലുകളാണ് പോയിരിക്കുന്നത്. അതിൻ്റെ വിടവിലൊക്കെ കാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വീഴും, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേലേക്ക് മാത്രം നോക്കി നടന്നാൽ പോരാ, താഴേക്കും കൂടി നോക്കണം. നമ്മളിപ്പോൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മേലെയുള്ള ഭാഗത്തേക്ക് എത്തിയേക്കേണ്ട. നമ്മളിപ്പോൾ ഈ താഴത്തേക്ക് പോകണം കേട്ടോ. താഴത്തേക്ക് പോയാൽ മാത്രമേ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭംഗി ശരിക്കും താഴത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് നേരം മേലെ നിന്നിട്ടു. മേലെ നിന്നപ്പോൾ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട പെട്ടെന്ന് വെള്ളം കൂടി. പെട്ടെന്ന് വെള്ളം കൂടിയൊരു അവസ്ഥയാണ് കേട്ടോ ഉണ്ടായേക്കണത്. പെട്ടെന്ന് ചിലപ്പോൾ മഴ പെയ്തിട്ടുണ്ടാവും മേലെ. അപ്പോൾ ആ വെള്ളം ഒഴുക്ക് കൂടിയൊക്കെയാണ്. നമ്മളപ്പോൾ ഈ താഴേക്ക് പോകാൻ പോയാണ്. താഴെ ഒരുപാട് പേര് നിന്ന് ഇവിടുന്ന് നിൽക്കുന്നത് കാണാം. ആ താഴെ നിന്ന് വെള്ളച്ചാട്ടം കാണുന്ന ഒരുപാട് പേരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 5 മണിക്ക് ശേഷം ഒരു 5 മണിക്കൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ താഴേക്ക് പോകാം കേട്ടോ. ഈ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നാലേ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷം കുറവാണ്. അതുകൊണ്ട് താഴേക്ക് നമ്മളെ കടത്തി വിടും. വർഷത്തൊക്കെ ആയിരുന്നെങ്കിൽ താഴേക്ക് വിടില്ല. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം കേട്ടോ. കാരണം 6 മണി വരെ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടില്ല. അപ്പോൾ ആ സമയം കളയാതെ നേരെ താഴേക്ക് പോകാം. ഇതുകൊണ്ട് തന്നെ കല്ല് വിരിച്ചേക്കണ സ്ഥലമാണ്. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് ഒരു 5-10 മിനിറ്റ് ഉണ്ട് നടക്കാൻ. നടക്കണ കാര്യമൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മടി തോന്നും. ഇത്രയും ദൂരം നടന്നും. അതേപോലെ തന്നെ ഈ കയറ്റം കയറാൻ വേണം ഇനി തിരിച്ച് കയറി പോകണ്ടേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മടി തോന്നോട്ടോ ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മടിയൊക്കെ പോകും കേട്ടോ. നമുക്ക് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നമുക്കപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ വരെ പോകാൻ സാധിക്കും ഈ സമയത്തൊക്കെ. ഈ വർഷക്കാലമല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ അതിരപ്പിള്ളി വാട്ടർഫാൾസിൻ്റെ അരികിൽ വരെ നമുക്ക് പോയി നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും താഴേക്ക് വരണം. കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്.
അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മൾ മേലെ നിന്ന് നോക്കിയാലും താഴെ നിന്ന് നോക്കിയാലും ഭംഗിയൊക്കെ അല്ല ഒന്നും പറയാനില്ല. അതേപോലത്തെ ഒരു ഭംഗിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്. ഏതാണ്ട് 24 മീറ്ററോളം ഉയരമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഈ വെള്ളച്ചാട്ടത്തിന്. ഈ 24 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഈ തുമ്പൂർ മൊഴി, അതിരപ്പള്ളി, വാഴച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കറങ്ങാം കേട്ടോ. കൂടാതെ നമുക്ക് കാട്ടിലൂടെയുള്ള യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി യാത്രയുണ്ട്. അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് പോകാം. അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ, നേരത്തെ പോകണം, എന്നാൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. എത്ര നേരം നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും മതി വരാത്തൊരു വെള്ളച്ചാട്ടം, അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നാണ് തോന്നുന്നത്. സമയം വൈകുന്തോറും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കൂടി വരുന്നത് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിന്ന് പോകാൻ തോന്നാത്തൊരവസ്ഥ. എന്നാൽ നമ്മൾ പോകണം. 6 മണിയാവാറായി. 6 മണി വരെ ഇവിടെ നിൽക്കാനുള്ള അനുവാദമുള്ളൂ. മനോഹരമായ വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെയും വാസസ്ഥലമായ ഈ അതിരപ്പള്ളിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.